ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പച്ചമാങ്ങ വ്ളോഗ് കൊണ്ടാണ്. പച്ചമാങ്ങ വെച്ചിട്ട് നല്ല കിഡിലെ 4 റെസിപ്പീസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള 4 പച്ചമാങ്ങ റെസിപ്പീസാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ സാധാരണയായിട്ട് ഈ മാങ്ങയുടെ സീസണിലൊന്നും നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഇത്തവണ എന്തോ നമ്മൾ നാട്ടിൽ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് കന്നിമാങ്ങ ആവുന്ന സമയം തൊട്ടിട്ട് നോക്കി നിൽക്കാൻ തുടങ്ങിയതാണ് ഇക്കും റീനും ഒക്കെ കേട്ടോ. റീനുവിന് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഈ 2 മാവിലെ മാങ്ങയും സിന്ദൂര മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മാഷാ അല്ലാ, പഴുത്ത് നന്നായിട്ട് കിട്ടട്ടെ, ആമീൻ. പിന്നെ ഇത് നമ്മൾ വീട്ടിലേക്കുള്ള റോഡ് സൈഡിലുള്ള മാവാണ്, നാടൻ മാങ്ങയാണ്. അപ്പം അത് നല്ല പുളിയാണ്. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നമുക്ക് താഴേക്ക് കിട്ടുമൊന്നുമില്ല, മിക്കതും കേടായിട്ടാണ് കിട്ടുക. അപ്പോൾ പച്ചയ്ക്ക് അറക്കുവാണെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാം. അങ്ങനത്തെ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം അപ്പുറത്ത് വീട്ടിൽ നിന്ന് തോട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അറക്കുക കേട്ടോ. മാഷാ അല്ലാ, അതിലും അത്യാവശ്യം നല്ലോണം പച്ചമാങ്ങ ഉണ്ട്. അപ്പം അച്ചാറിടലും അങ്ങനത്തെ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉപ്പിലിട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് മാങ്ങ അല്ല, നാടൻ മാങ്ങയാണ്. ഇതിപ്പോൾ മെയിനായിട്ട് അറക്കാൻ കാരണം റീനുവാണ്. റീനുവിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ. അപ്പോൾ നമ്മളിപ്പം നാട്ടിൽ എങ്ങനെയോ ഈ ഒരു സമയത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ ഒക്കെ മാക്സിമം ആൾക്ക് എവിടെയെങ്കിലും കിട്ടുമ്പോൾ എല്ലാവരും കൊടുന്നു കൊടുക്കാറുണ്ട്. പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ പുളിയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പച്ചമാങ്ങ ഒന്നും കഴിക്കുന്ന ആളല്ല. റീനു ഭയങ്കരമായിട്ട് പച്ചമാങ്ങ കഴിക്കാറുണ്ട്. അപ്പോൾ അവൾക്കും എടുക്കാം. പിന്നെ എനിക്കെന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കുവാണ്. പിന്നെ നമ്മുടെ അയൽവാസികൾക്കൊക്കെ കുറച്ച് മാങ്ങ കൊടുത്തു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള മാങ്ങ വെച്ചിട്ടാണ് നമ്മളിപ്പം ഇന്ന് വ്യത്യസ്ത തരം റെസിപ്പീസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് പച്ചമാങ്ങയും ചില്ലി ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ, അത് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കാം. കരിമീൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പീസ് ട്രൈ ചെയ്യുന്നതിലും നല്ലത് അറിയാത്ത കുറച്ച് റെസിപ്പീസ് അല്ലേ. ഉമ്മ പറഞ്ഞു, ഉമ്മ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയുണ്ട്, ഒഴിച്ച് കറി, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ പച്ചമാങ്ങയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എടുത്താൽ മതി. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞങ്ങൾ 2 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തേങ്ങ അരച്ച് ചേർക്കണം, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. അപ്പം പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നല്ലോണം വെന്ത ഉടയണം കേട്ടോ. അപ്പം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചെരുവിയത് വേണം. തേങ്ങ ചെരുവിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഒരു മാങ്ങയാണെങ്കിൽ നമുക്ക് അരമുറി തേങ്ങ മതിയാകും. ഇതിപ്പോൾ ഞാൻ അരമുറിയും കുറച്ചുകൂടെ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് 2-3 ചെറിയ ഉള്ളിയും, പിന്നെ 2 വെളുത്തുള്ളിയും. ഇതെല്ലാം കൂടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അമ്മിയിലാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കണം. ഇത് പിന്നെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നാടൻ രീതിയിൽ തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മിയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടണം. അപ്പോൾ 2 തവണ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അമ്മി കഴുകിയ വെള്ളം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്കൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അമ്മി കഴുകിയ ആ ഒരു വെള്ളം കൂടി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. നല്ലോണം ഉടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല പുളി ഉണ്ടാവും. അപ്പം മാങ്ങ ഒരെണ്ണം എടുത്താൽ മതി ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ, പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാങ്ങ ആയതുകൊണ്ട് തന്നെ, പച്ചമാങ്ങ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ട് ബാലൻസ് ചെയ്യണം ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മൾ നല്ല കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കുക. നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല കട്ടിയിലുള്ള കുറുകിയ ചാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസുള്ള കറിയായിരിക്കും ഇഷ്ടം. അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പാകാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇത് തിളക്കരുത് കേട്ടോ. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ അത് തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് കടുക് പൊട്ടിക്കാനുണ്ട് കേട്ടോ, വറവിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വറവിട്ട് കൊടുക്കാനും കൂടിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലോട്ട് നമ്മൾ വറവിട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചേർത്താൽ മതി. അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കണം കേട്ടോ. മുളക് പൊടിയാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ഞ് പോവാണ്ട് നോക്കുക, ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത പാടം നമ്മൾ ഒഴിക്കണം കറിയുടെ മുകളിലോട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി വറവിട്ടിട്ടുണ്ട്. ഇനി നല്ലൊരു കളറായി മാറും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ കണ്ടോ, നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റാട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പുളി കൂടാണ്ടിരിക്കാൻ നോക്കുക. പച്ചമാങ്ങ എടുക്കുമ്പം പാകത്തിന് എടുക്കട്ടോ, പുളിയൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണക്കച്ചെല്ലി ഉണ്ടല്ലോ, അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് കൊടുത്താൽ കിടിലം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ ഒരു നോർമൽ വെജ് കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്, പക്ഷേ ഒരു വെറൈറ്റി ചമ്മന്തി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 3-4 ചെറിയ ഉള്ളി വേണം. അതുപോലെ ഉണക്കമുളക് വേണം. അതിനേക്കാളൊക്കെ മുമ്പ് നമുക്ക് വേണ്ടത് തൊലി കളഞ്ഞിട്ടുള്ള പച്ചമാങ്ങയാണ്. ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളാക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ചട്നി എന്ന് പറയാം, അല്ലെങ്കിൽ പച്ചമാങ്ങ ചമ്മന്തി എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കടുക്, രണ്ടും കുറച്ച് മാത്രം മതി കേട്ടോ. അത് പൊട്ടിയ ശേഷം അതിലോട്ടൊരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ല മണമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി അതിലോട്ട് നമുക്കൊരു 12-15 ഉണക്കമുളക്, നല്ല ചുവന്ന ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, നല്ലൊരു മണം വരും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ ഉണക്കമുളക് ഏകദേശം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകട്ടോ മുളക് പൊടി. എന്നിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ചൂടാറിയ ശേഷം വേണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അത് അരച്ച ശേഷം വേണം നമുക്ക് അതിലോട്ട് പച്ചമാങ്ങയും ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചമാങ്ങ ചേർത്ത് വീണ്ടും നമുക്കിത് പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇത് കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ കടുകും ഉലുവയൊന്നും ഇട്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി റെഡിയായി.
സാധാരണ പച്ചമാങ്ങ ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കടുക് ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു, കിടിലൻ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക എല്ലാവരും. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകും. അടുത്ത റെസിപ്പിക്കായിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ടുള്ള പച്ചമാങ്ങ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ പച്ചടിയാണ്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതിനായിട്ട് പച്ചമാങ്ങ തൊലി കളഞ്ഞത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര ഞാൻ പനഞ്ചക്കര എടുത്തിട്ടുള്ളത് 2 പീസ് എടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ടുള്ള. പിന്നെ ഉപ്പ്, പിന്നെ വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം വെന്ത് കുഴയണം കേട്ടോ, അത്രയും വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ശർക്കര തന്നെ യൂസ് ചെയ്യുക, എന്നാലേ നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ലോണം കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പച്ചമാങ്ങ ആയിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. നല്ലോണം വെന്ത് ഉടയണം. പച്ചടി പരുവത്തിൽ നല്ലോണം കുക്കായി കിട്ടണം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം നമുക്കൊരു പരുവം കിട്ടണമല്ലോ, ഒരു കൺസിസ്റ്റൻസി കിട്ടണം. കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടി ഒന്നുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷമാണ് നമ്മളിത് വറവിട്ട് കൊടുക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. സൈഡ് ഡിഷൊക്കെ ആയിട്ട്, സദ്യയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇനി നമുക്കതൊന്ന് വറവിട്ട് കൊടുക്കുക. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമാങ്ങയുടെ പുളിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്തായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു സാലഡാണ്, പച്ചമാങ്ങ സാലഡാണ്. അപ്പോൾ അതും ഈ ഒരു 4 റെസിപ്പീസിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം നമ്മൾ ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മാങ്ങ, പച്ചമാങ്ങ പല പുളിയുമായിരിക്കും. ചിലത് ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല, ചിലത് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ കൂടെയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യുക. നമുക്കിത് ഇങ്ങനെ എന്താ പറയുക, ചെറിയ തിന്നാക്കിയിട്ടുള്ള കൊള്ളി കഷ്ണങ്ങളെന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നീളത്തിൽ നല്ല മെലിഞ്ഞ് തിന്നാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ വീണ്ടും ഞാനത് ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആവുള്ളൂ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങയും പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുക്കുംബർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ക്യാരറ്റും ഇതേപോലെ തന്നെ നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുരുമുളക് പൊടി, ഉപ്പ്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചൂടാക്കി എടുത്ത ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കടുകൊന്നും പൊട്ടിക്കാനൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ചെറിയ ഫ്ലെയിം ആക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതലാവണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. ആ ഒരു കളറൊന്ന് മാറി കിട്ടാനാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്കായിട്ട് മാത്രമാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയും ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ്, പുളി, മധുരം ഇതെല്ലാം കൂടി കറക്റ്റായിട്ടുണ്ടാകുമ്പോഴാണ് ആ സാലഡിന് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ സാലഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അത്.
ഈ ഒരു സാലഡ് ശരിക്കും പറയുകയാണെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന, കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്. അപ്പോൾ എല്ലാ റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. 4 വെറൈറ്റി പച്ചമാങ്ങ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4ഉം നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതൊക്കെ ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കുക. എനിക്ക് ഈ കറികളിൽ ഏറ്റവും ഇഷ്ടമായത് പച്ചമാങ്ങ പച്ചടി കേട്ടോ. അത് നല്ലൊരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ സദ്യയിൽ കുറേ സൈഡ് ഡിഷൊക്കെ ഉണ്ടാകുമ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ തൊട്ടുകൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്, സൈഡ് ഡിഷാണ്. പിന്നെ നമ്മുടെ ഒഴിച്ച് കറി അത് അടിപൊളി തന്നെയാണ്. അത് പിന്നെ നമ്മൾ പച്ചക്കറി കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. പിന്നെ ഇത് നമ്മുടെ സാലഡ്. അപ്പോൾ ഇന്ന് ഊണിന് പച്ചമാങ്ങ വിഭവങ്ങളും അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈ ഞാൻ അപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ പച്ചമാങ്ങ പച്ചടി, പിന്നെ നമ്മുടെ പച്ചമാങ്ങ ചട്നി അല്ലെങ്കിൽ പച്ചമാങ്ങ ചമ്മന്തി. അപ്പോൾ ശരിക്കും ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇറച്ചിയും മീനും അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ പപ്പടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമുണ്ടാവില്ല. നാടൻ രുചികളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമാങ്ങ ഒക്കെ വരുന്ന സീസണാണ്. അപ്പം എന്തായാലും ഇങ്ങനെ വ്യത്യസ്ത തരം വിഭവങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത് ഞാൻ കറിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഉള്ള പരുവം കാണിച്ചു തന്നാ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.